കാരുണ്യത്തിന്റെ തണലൊരുക്കി പെരുങ്ങുഴി മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ സൊസൈറ്റി. സംഘടനയുടെ 3ാം വാർഷികാഘോഷവും റംസാൻ റിലീഫ് വിതരണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. റംസാൻ 1ാം ദിനത്തിൽ സംഘടനയുടെ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഹാരിത് അധ്യക്ഷത വഹിച്ചു. നിയാദി ഉസ്താദ് ഹക്കീം അവറുകളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സെക്രട്ടറി ഷാജഹാൻ MK സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംഘടനയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും അധ്യക്ഷൻ വിശദീകരണം നൽകി. തുടർന്ന് നടന്ന റംസാൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മാഹീൻ ഉസ്താദ് നിർവഹിച്ചു. ഇതിന് കാരണമായി ഇതിന്റെ ബർക്കത്ത് കൊണ്ട്, എന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കാഴ്ച തിരിച്ചു നൽകണമേ എന്ന് ആ മനുഷ്യൻ ആത്മാർത്ഥമായി ദുആയിരുന്നു. ആ ദുആയിരുന്നു തീരേണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്, ആ അന്ധനായ മനുഷ്യന് കാഴ്ച തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ അബായ കൊണ്ട് ബഹുമാനപ്പെട്ട ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബായ വീണ്ടും തിരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അല്ലയോ ഹബീബായ റസൂലേ, അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ ആ അബായ ഞാൻ വലിയ വില കൊടുത്തു വാങ്ങി, ഞാൻ കണ്ണിൽ വെച്ച് ദുആയിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഈ അബായ നിബിധങ്ങളെ താങ്കളിലേക്ക് തന്നെ മടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അല്ലയോ ആയിഷ, ഈ അബായ നീ നോക്കുക, ഈ അബായയുടെ അത്ഭുതം നീ കണ്ടോ? ഈ അബായ നിങ്ങൾക്ക് ഒരാൾ ഹദിയ തന്നതാണ്. അത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, വിശന്നൊട്ടിയ മനുഷ്യൻ വന്നപ്പോൾ അയാൾക്ക് കൊടുത്തു. അയാൾ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റപ്പോൾ അയാൾ വലിയ സമ്പന്നനായി. അത് മാത്രമല്ല, ഇത് വാങ്ങിയ ആള് അയാളുടെ ഭൃത്യനെ മോചിപ്പിച്ചു, അടിമയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് മാത്രമല്ല, ആ അന്ധനായ മനുഷ്യന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ സദഖയുടെ പ്രതിഫലം അത്രത്തോളം ആണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളോടായി മദീനയിലിരിക്കുമ്പോൾ ഒരു കൂട്ടം സഹാബാക്കൾ കയറി വന്നു. അവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്ത് പട്ടിണിയുടെ അടയാളം, പട്ടിണിയുടെ ആ ചാഞ്ചല്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, ഇവരെ നിങ്ങൾ കണ്ടോ? ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? വസ്ത്രം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാണോ? അതെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ നിന്നും അദ്ദേഹം കുറച്ച് ഈത്തപ്പഴം, അയാൾ കൊണ്ട് ചുമക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈത്തപ്പഴം കൊണ്ടുവന്നു. അങ്ങനെ ഓരോരോ സഹാബാക്കളും പോവുകയും അവരവരുടെ വീട്ടിൽ നിന്നും ഈത്തപ്പഴവും വസ്ത്രവും, അങ്ങനെ നോക്കുമ്പോൾ ആ മദീന പള്ളിയുടെ മുറ്റത്ത് ഈത്തപ്പഴത്തിന്റെ ഒരു കൂമ്പാരവും വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരവും കാണാനിടയായി. അപ്പൊ അത്രത്തോളം അവർക്ക് സഹായം ചെയ്തു. അങ്ങനെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള ആ ഗുണം, അതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ആ സദഖത്തു റദ്ദുൽ ബല, അതുപോലെ തന്നെ അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മയ്ക്ക് 10 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. നാം കൊടുക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും കുറയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വാങ്ങാൻ വന്നവർ മനസ്സിലാക്കുക, ഇത് ഓരോരുത്തരും, കാരണം സമ്പന്നം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് വാങ്ങാനും നമുക്കത് ഉപയോഗിക്കാനും കഴിയുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് നിങ്ങൾ വേണ്ടി ദുആ ചെയ്യുക. അത് മാത്രമല്ല, അത് ഓരോ പിടി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടി നാം ശ്രമിക്കുക. ഇന്ന് നമ്മൾ വാങ്ങാൻ വന്നെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുക്കാനും കൂടി തയ്യാറാവുക. കാരണം നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ല. എങ്കിലും ഇവിടുത്തെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ പരമാവധി അർഹതയുള്ളവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഹൈന്ദവ സഹോദരങ്ങൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി ഇവിടെ സമ്പത്തിൽ അല്ലാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമ്പത്തിൽ അല്ലാഹു തആല വർധന പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതുപോലെ അടുത്ത വർഷം ഇതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുവാനും എല്ലാവർക്കും അത് പങ്കുവെട്ടുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വചനം ഉരുവിട്ടുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യ കിറ്റ് അസീം നിയാദി ഉസ്താദിന് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നടന്നത്. 200-ലധികം കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റുകളും അതോടൊപ്പം അർഹരായവർക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു.
അഷ്റഫ് യു, അബു ഷഹ്മാൻ MK, ബഷീർ MK, മുഹമ്മദ് ഹനീഫ, ജലാൽ, കൈപ്പള്ളി റഷീദ് തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. സേവന വഴികളിൽ 3 വർഷം പൂർത്തിയാക്കുന്ന പെരുങ്ങുഴി മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യസ്പർശം നാടിന് വലിയ മാതൃക തന്നെയാണ്.